ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുൻപേ ഞാൻ മത്തങ്ങയുടെ ഒരു പായസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മത്തങ്ങ കിട്ടിയപ്പോൾ അതിൻ്റെ പകുതി വെച്ച് ഞാൻ ഹൽവ ഉണ്ടാക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഞാൻ ഇടുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഈ മത്തങ്ങയുടെ പകുതി ഞാനൊന്ന് റെഡിയാക്കി വേവിച്ച് എല്ലാം ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് വെന്തിരിക്കുന്ന മത്തങ്ങയാണ്. അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുമ്പേ ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ നെയ്ക്കകത്തോട്ട് മത്തങ്ങ ഇതേപോലെ വേവിച്ച് ഉടച്ച് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനിയാക്കി വെച്ച ശർക്കര പാനിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 500 ഗ്രാം ശർക്കര പാനിയാക്കിയതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാം, ഹൽവ ഉണ്ടാക്കാൻ നന്നായിട്ട് ഒത്തിരി സമയം ഇങ്ങനെ ഇളക്കി കുറുക്കിയൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ഈ നെയ്ക്കകത്ത് കിടന്നൊന്ന് ഇളക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി പാനയിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ നമുക്ക് ഈ മത്തങ്ങ നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കും മത്തങ്ങ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊന്നും ഇരുന്നാൽ കുഴപ്പമില്ല, ഒക്കെ റെഡിയായി വരും. അപ്പം ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ഇച്ചിരി കലക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഏലക്കായുടെ ഇച്ചിരി പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മണം വരേണ്ടതിനാണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങയുടെ 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെ പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഹൽവ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയുടെ പാല് നല്ല കുറുകിയ പാലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, കുറുകിയ പാലാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഈ സമയം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ പായസം ഉണ്ടാക്കാൻ നേരത്ത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ്. 2 തരം മുന്തിരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കറുപ്പും എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ സാധാരണ മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നേരത്തെ ഞാൻ വറുത്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുത്താലേ ഇത് നന്നായിട്ട് അടി പിടിക്കാതൊക്കെ നല്ല രീതിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ മത്തങ്ങ വെച്ച് ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഞാൻ പലരും മത്തങ്ങ കൊണ്ട് ചക്കരമത്തം വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെയല്ല, ഇത് നന്നായിട്ട് ഹലുവയാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ലതായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഞാനൊരു 5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം കുറുക്കി ഇപ്പം ഏകദേശം പാനിയിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോരാ, എന്നാലും ഇനി നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പാനിയിൽ നിന്ന് ഇതേപോലെ വിട്ട് വരണം കേട്ടോ. കുറച്ച് സമയം കൂടെ ഒക്കെ ഇരുന്ന് ഇതേപോലെ നന്നായിട്ട് വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് ഞാനൊരു ഒരു കേക്ക് മോഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് മോഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേളിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മോൾഡിലേക്ക് നമ്മൾ ആദ്യം ഇച്ചിരി ഓയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടുക്കി ഇങ്ങനെ ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കുമേ. അപ്പം ഞാൻ ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ നമ്മുടെ ഹലുവയുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇപ്പം നല്ലൊരു കളറാണ്.
പക്ഷേ ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഉറച്ച കഴിഞ്ഞപ്പോഴത്തേന് കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹൽവയാണ്. ഞാൻ പലതരം ഹൽവയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൽവ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. മത്തങ്ങ വെച്ച് പലതരം ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പായസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പായസത്തിൻ്റെ റെസിപ്പി ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട്. പായസം കുടിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ് നല്ല മത്തങ്ങ വെച്ചിട്ടുള്ള പായസമാണെന്ന് പറയലാന്ന് പറഞ്ഞു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഹൽവയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.